all, welcome to Tools Academy. അപ്പോൾ എല്ലാവരും LPS, UPS എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പം അത്യാവശ്യം ടോപ്പിക്കുകളൊക്കെ ഇതിനോടകം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സാമിന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയാസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു കണ്ടിന്യൂവേഷൻ അല്ല. അപ്പൊ നിങ്ങൾ പഠിച്ച സ്റ്റുഡൻസ് ആണ്, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞു തരുമ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, കോശങ്ങൾ അല്ലെ, കോശങ്ങളിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് എന്താണ്? മൈക്കോപ്ലാസ്മയാണ് അല്ലെ. ഏറ്റവും വലുതാണെങ്കിലോ ഒട്ടകപക്ഷിയുടെ മുട്ട. ഇനി കോശങ്ങളിൽ വെച്ചിട്ട് കേട്ടോ, ഇനി ഏകകോശ ജീവികളിൽ ഏറ്റവും ചെറുത് മൈക്കോപ്ലാസ്മ, ഏറ്റവും വലുത് അസെറ്റോബുലീരിയ. ഇനി ബാക്ടീരിയാസിലാണെങ്കിലോ ഏറ്റവും ചെറുത് മൈക്കോപ്ലാസ്മ തന്നെയാണ്. ആൻഡ് വലുത് എന്ന് പറയുന്നത് തയോമാർഗ്രീറ്റ നിമിംബിയൻസിസ്. ഓക്കെ, ആൻഡ് മനുഷ്യ ശരീരമാണെങ്കിൽ പുംബീജവും അണ്ടവും. അപ്പൊ ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറുതാണ്, ഏറ്റവും വലുത് ഏതാണെന്നുള്ളത്. ഒട്ടക പക്ഷിയുടെ മുട്ട ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആൻഡ് അതേപോലെ തന്നെ ഏറ്റവും ചെറുത് മൈക്കോപ്ലാസ്മ. ഇത്രയും ചോദ്യങ്ങൾ വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ സെക്ഷനിൽ വരുന്ന മറ്റു ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് കോശചക്രം അല്ലെ, സെൽ സൈക്കിൾ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. സെൽ സൈക്കിൾ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് ഇന്റർഫേസ് അല്ലെ, അതായത് ഒരു പുതിയ കോശമായിട്ട് തയ്യാറെടുക്കുന്ന ഘട്ടമാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർഫേസ് ഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിഭജന ഘട്ടവും. അപ്പൊ ഇതിൽ ഈ പോയിന്റുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും, ഇത്തരത്തിലുള്ള പിക്ചറിലൂടെ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. നോക്കിയേ, കോശാംഗങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഇന്റർഫേസ് സ്റ്റേജിൽ എന്തൊക്കെ മാറ്റമാണ് വരുന്നത്? കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു അല്ലെ, പുതിയൊരു സെല്ലായിട്ട് മാറാൻ പോവാണ് അല്ലെ, പുത്രികാ കോശങ്ങളായിട്ട് മാറാൻ പോവാണ്. അപ്പൊ എന്താണ്? പാരന്റ് ന്യൂക്ലിയസിന്റെ അതേപോലത്തെ സംവിധാനങ്ങൾ ഡോട്ടർ ന്യൂക്ലിയസിൽ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു, കോശ വലുപ്പം കൂടുന്നു, ജനിതക വസ്തു ഇരട്ടിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഇന്റർഫേസ് ഘട്ടത്തിൽ നടക്കും. ഇനി വിഭജന ഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നടക്കുന്ന രണ്ട് പ്രോസസ്സാണ് കാരിയോകൈനസിസും സൈറ്റോകൈനസിസും എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലെ. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ വിഭജനവും, സൈറ്റോകൈനസിസ് എന്ന് പറയുമ്പോൾ കോശദ്രവ്യ വിഭജനവും. അപ്പോൾ ഇത് രണ്ടും പൂർത്തിയാകുമ്പോഴാണ് ഒരു കോശത്തിന്റെ വിഭജന ഘട്ടം കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ന്യൂക്ലിയോകൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, എന്താണ്? ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ്. ആൻഡ് കോശദ്രവ്യ വിഭജനം അത് എന്ന് പറയുന്നത് ആ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് തന്നെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്ലാന്റിൽ എങ്ങനെയാണ് ന്യൂക്ലിയസിന്റെ വിഭജനം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ ഒരു സസ്യങ്ങളിൽ എങ്ങനെയായിരിക്കും കോശദ്രവ്യ വിഭജനം, അതേപോലെ ആനിമൽസിൽ ജന്തുക്കളിൽ എങ്ങനെയായിരിക്കും കോശദ്രവ്യ വിഭജനം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഏരിയ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ അത് പറയുന്നില്ല, നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. കോശദ്രവ്യ വിഭജനം ജന്തുക്കളിലും സസ്യങ്ങളിലും ഒരേ രീതിയിലാണോ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് മാറ്റം എന്നുള്ളത് പറ്റുമെങ്കിൽ നിങ്ങൾ താഴെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, ഇനി വർഗീകരണം അല്ലെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗത്ത് മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ നിന്ന് വന്നാൽ തന്നെ ചോദിക്കാറ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് കാൾ ലിനേസ് ആണ്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏണസ്റ്റ് ഹെക്കൽ. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കോപ്ലാൻഡ്. ആൻഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റാക്കർ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് കാൾ ബൗസ്. ഇത്രയും കാര്യം നമ്മുടെ NCERT-യിൽ മെൻഷൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യാം. 6 കിങ്ഡം ഒന്ന് നോട്ട് ചെയ്യുക. ആരാണ്? കാൾ ഹൗസ്. ഇപ്പൊ കൂടുതലും എക്സാമിന് ചോദിച്ചിട്ടുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ.
ഫൈവ് കിങ്ഡം ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരുടെയാണ്? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരുടെയാണ്? ഓക്കെ. എങ്കിലും സിക്സ് കിങ്ഡം, ഈ പറയുന്നതെല്ലാം തന്നെ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് 2, 3, 4, 5, 6 ഈ സിക്സ്, ഈ പറയുന്ന ടു കിങ്ഡം, ത്രീ കിങ്ഡം, ഫോർ കിങ്ഡം, ഫൈവ് കിങ്ഡം ആൻഡ് സിക്സ് കിങ്ഡം, ഇത് നാലും ആവിഷ്കരിച്ചത് ആരൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഉറപ്പിച്ച് പഠിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ ഈ പറയുന്ന LP UP എക്സാമിന് പോവാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി അടുത്തതാണ് പോഷക ഘടകവും അതിന്റെ ധർമ്മങ്ങളും, അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുകളൊക്കെ വരുമ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഡിലീഷൻ ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി പ്രോട്ടീൻ ആണെങ്കിലോ വളർച്ച, കലകളുടെ നിർമ്മാണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കലകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പോഷകം ഏതാണ്? പ്രോട്ടീൻ ആണ്. ഇനി കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് ശരീര പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം. വിറ്റാമിനുകള് ശരീര പ്രവർത്തനങ്ങളുടെ സഹായം. ജലം ശരീര പ്രവർത്തനങ്ങൾ സുഗമമാക്കാനാണ് ജലം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് കലകളുടെ നിർമ്മാണം പ്രോട്ടീൻ ആണെന്നുള്ളത്, ഊർജ നിർമ്മാണം അല്ലെങ്കിൽ ഉൽപാദനം ധാന്യവും കൊഴുപ്പാണെന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി അടുത്ത വരുന്നതാണ് ആമാശയരസം, അല്ലെ? ആമാശയരസത്തിന്റെ ഘടകങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് ഘടകങ്ങൾ? പെപ്സിൻ എൻസൈം ഉണ്ട്, ഗാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, ശ്ലേഷ്മം ഉണ്ട്. അപ്പൊ ഓരോന്നും പേര് മാത്രം പഠിച്ചാൽ പോരാ, ഓരോന്നിന്റെ ഫംഗ്ഷനും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ പെപ്സിൻ ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോണുകളാക്കുന്നു. അത് ഏത് എൻസൈം ആണെന്ന് ചോദിക്കാം, അല്ലെ? പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കുന്ന എൻസൈം ഏതാണ്? പെപ്സിൻ എൻസൈം ആണ്. ഇനി അത് നമുക്ക് ഓർത്തു വെക്കാം, അല്ലെ? പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കുന്നത് പെപ്സിൻ. ഓക്കെ. ഗ്യാസ്ട്രിക് ലിപ്പേസ് കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡും ശ്ലേഷ്മം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ്? ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നു. ഇനി ശ്ലേഷ്മമാണെങ്കിലോ ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു, അല്ലെ? നമുക്കറിയാം ഈ HCl എന്നൊക്കെ പറയുമ്പോൾ അസിഡിക് ആണ്, അല്ലെ? അപ്പൊ ഇതുമൊക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമ്മുടെ എന്ത് സംഭവിക്കും? ദഹനരസങ്ങളുടെയൊക്കെ ഈ പല പ്രവർത്തനങ്ങളുണ്ട്, അല്ലെ? ഇപ്പൊ ഈ HCl പോലത്തെ ആസിഡ് ഒക്കെ വരുമ്പോൾ ഈ പറയുന്ന ആമാശയ ഭിത്തിയൊക്കെ എന്താണ്? ഇപ്പൊ നോർമലി നമുക്കറിയാം ഒരു ആസിഡ് നമ്മുടെ കയ്യിൽ വീണാൽ നമുക്ക് പൊള്ളലേക്കും, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വയറ്റിൽ ഇത്രയും pH ഉള്ള അല്ലെങ്കിൽ അസിഡിറ്റി കൂടി ആസിഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് പൊള്ളലേക്കേണ്ടതല്ലേ, അല്ലെ? അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ശ്ലേഷ്മം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആമാശയരസം, അതിന്റെ ഘടകങ്ങളും അതിന്റെ ധർമ്മങ്ങളും. എന്തൊക്കെയാണ് ഘടകങ്ങള്? പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പൈസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ഓക്കെ. ഇത്രയുമാണ് ഘടകങ്ങള്. അതിന്റെ ഫങ്ഷൻസും നന്നായിട്ട് നോക്കി വെച്ചിരിക്കുക. ഓക്കെ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇപ്പത്തെ എക്സാം നിങ്ങൾക്കറിയാം ഇതുപോലുള്ള SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്നുമാണ് ഇവർ പോയിന്റ്സ് എടുക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴുള്ള പ്രത്യേകത എന്താ? നമ്മൾ MCQ പഠിക്കുന്നു, അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലേക്ക് എക്സ്റ്റെൻഡഡ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക രീതിയിലൊന്നും പഠിക്കാൻ പറ്റില്ല. നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേണും എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമലി നമ്മൾ SCERT ഇപ്പൊ പണ്ടത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഇല്ലാത്തപ്പോഴും അവർ പഠിച്ചിരുന്ന SCERT ആണ്. ഇപ്പോഴും നമ്മുടെ റെഫറൻസ് മെയിൻ ആയിട്ട് SCERT തന്നെയാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുമ്പോൾ ഒരു MCQ പണ്ട് ചോദിച്ചിരുന്നെങ്കിൽ അതിനെ ഇപ്പത്തെ രീതിയിൽ എങ്ങനെയായിരിക്കും ചോദ്യം? ദഹന പ്രക്രിയയിൽ ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ 4 സ്റ്റേറ്റ്മെന്റ് തരും, അല്ലെ? അപ്പൊ 4 ഓരോ MCQ നമ്മളോട് ചോദിക്കുന്നതിന് തുല്യമാണ് ഇപ്പത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഈ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുമ്പോൾ കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇടുന്നവർക്ക്, പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ സിലബസ് അനുസരിച്ച് അറ്റ്ലീസ്റ്റ് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാവുള്ളൂ. ക്ലിയർ ആണല്ലോ?
ഓക്കെ, ഇനി നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കാനുണ്ട് അല്ലെ. അതിൽ നമ്മൾ കണ്ണ്, ചെവി, ത്വക്ക്, നാക്ക് എല്ലാം പഠിക്കുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇതാണ്, പ്രീവിയസ് എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടുവരുന്ന ഒരു ഏരിയ ആണിത്. മനുഷ്യ ഇയറുമായി ബന്ധപ്പെട്ട ഇതാണ്. മനുഷ്യന്റെ മധ്യകർണം അല്ലെ, അതിന്റെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 3 അല്ലെ. മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 3. ഇനി മധ്യകർണത്തിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിന്റെ അസ്ഥിയാണ് മാലിയസ്. മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ്? മാലിയസ്. ഇനി കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ്? ഇൻകസ്. നിങ്ങളുടെ SCERT കൊടുത്തിരിക്കുന്ന പിക്ചർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, പിന്നെ ഇത് കാണാതെ പഠിക്കേണ്ടി വരില്ല. വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവർ പറയുന്ന ഷേപ്പുകൾ നമുക്ക് നോക്കിയെടുക്കാവുന്നതുള്ള ഫിഗറിൽ നിന്ന് കേട്ടോ. ഇനി കുതിരസവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കൂടിയാണ് എന്ത്? സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മധ്യകർണവുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പോയിന്റ് ആണ്. മധ്യകർണത്തിൽ 3 പ്രധാനമായിട്ടുള്ള അസ്ഥികളുണ്ട്. ആ 3 അസ്ഥികളുടെ പേര്, ഓരോ അസ്ഥിയുടെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് അല്ല, അതിന്റെ ആകൃതി, അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കൂടിയാണ് എന്ത്? സ്റ്റേപ്പിസ് എന്നത് ഇവിടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ. സോ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ആഗിരണത്തിന് പിന്നിൽ. അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ധാരാളം പോഷകങ്ങള് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യും അല്ലെ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങള് അതിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോമിൽ നിന്ന് ലഘു ഘടകങ്ങളാക്കി മാറ്റി ശരീരം അത് ആഗിരണം ചെയ്യും അല്ലെ. അപ്പൊ അതിന് പ്രധാനമായിട്ടും 4 രീതികളാണുള്ളത്. അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ 4ഉം തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. ഓക്കെ, അപ്പൊ ഗാഢത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുന്നതാണ്. 3 രീതികൾ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. ഇത് 3ഉം ഗാഢത കൂടിയതിൽ നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊരു പ്രത്യേകത എന്താണ്? ഗാഢതാക്രമത്തിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയിൽ ഊർജം ആവശ്യമില്ല. അപ്പൊ ഏതൊക്കെ പ്രക്രിയയിലാണ് ഊർജം ആവശ്യമില്ലാത്തതെന്ന് നോട്ട് ചെയ്യുക. ഏതിലൊക്കെയാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. ഓക്കെ, ഇനി ഓരോന്നും എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗാഢത കൂടിയ ഭാഗത്ത് കുറഞ്ഞ ഭാഗത്തേക്ക് നോർമലി പോകുന്നതാണ് എന്ത്? ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു പോർഷൻ ആണ്. ലാക്റ്റിയിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലാക്റ്റിയിലുണ്ട്, അതിൽ ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചില തന്മാത്രകൾ എന്ത് നടക്കുന്നു? ഡിഫ്യൂഷൻ നടക്കുന്ന കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടു കൂടിയാണ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അത് എവിടെയാണ് നടക്കുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികളിലേക്കുള്ള ആഗിരണം നടക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്. പിന്നെ അടുത്താണ് ഓസ്മോസിസ്. ഓസ്മോസിസ് ഇത്ര തന്നെയുള്ളൂ, സിമ്പിൾ ഡിഫ്യൂഷന്റെ പോലെ തന്നെ, പക്ഷെ അവിടെ ജലമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. കണ്ടോ, ഓസ്മോസിസിലൂടെ ജലം ആഗിരണം ചെയ്യപ്പെടുന്നു. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാരി സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രയുടെ പ്രവാഹം. അപ്പൊ ജലവുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഓസ്മോസിസ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റ് 3ൽ നിന്നും വ്യത്യാസമുണ്ട്. കാരണം എന്താന്ന് നോക്കുക, ഇത് ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യും. നമുക്കറിയാം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഗാഢത കുറഞ്ഞ ഭാഗത്ത്, സാധാരണ എങ്ങനെയാണ് നടക്കുന്നത്, കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് അല്ലെ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കാണ് പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ, ഊർജം ഇതിന് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ഊർജം ആവശ്യമാണ് കേട്ടോ. ഊർജം ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇനി അതെവിടെയാണ്, ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗിരണം ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗത്ത് നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പോഴത്തെ എല്ലാ PSC എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഏരിയാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എക്സാമുകളിലേക്ക് മാറാം. ഓക്കെ, അടുത്തതാണ് ക്രോമസോമുകളും കുറച്ച് രോഗങ്ങളുമാണ്. ഓക്കെ, ജനിതക രോഗങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. ചിലപ്പോൾ ചോദിക്കാം തന്നിരിക്കുന്നതിൽ ജനിതക രോഗങ്ങളിൽ പെടാത്തത്, ആ ഒരു രീതിയിലൊക്കെ ചോദിക്കാം, ക്രോമസോമുമായി ബന്ധപ്പെട്ടത്. അപ്പൊ എന്താണ്, വർണ്ണാന്ധത, ഡൗൺ സിൻഡ്രം, ക്ലീൻഫിൽറ്റർ സിൻഡ്രം, ടേണർ സിൻഡ്രം, സിക്കിൾ സെൽ അനീമിയ, അൽഷിമേഴ്സ്, മെലനോമ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കിയേ, വർണ്ണാന്ധത എന്താണ്, നമുക്കറിയാം XX എന്ന് പറയുന്നത് സ്ത്രീയുടെ 44 പ്ലസ് XX അല്ലെ, സ്ത്രീയാണ്. 44 പ്ലസ് XY ആണ് എന്ത് വരിക, പുരുഷന്റെ ഒരു ക്രോമസോം വരുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, X ലിംഗ ക്രോമസോമിലെ ജീനുകളിലുണ്ടാകുന്ന ഉൽപരിവർത്തനമാണ് ഈ തകരാറിന് കാരണം. ഉൽപരിവർത്തനം എന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ ആണ് അല്ലെ. അപ്പൊ X ലിംഗ ക്രോമസോമിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ വർണ്ണാന്ധതയിലേക്ക് ലീഡ് ചെയ്യും. ഡൗൺ സിൻഡ്രം ആണെങ്കിലോ 21ാം ജോഡി ക്രോമസോമിൽ അധികമായി ഒരു ക്രോമസോം കാണപ്പെടുന്നു. 21ാമത്തെ ജോഡിയിൽ അധികമായിട്ടൊരു ക്രോമസോം കാണപ്പെടുന്നു. അടുത്ത ക്ലിൻഫിൽറ്റർ സിൻഡ്രം ആണെങ്കിലോ ഒരു X ക്രോമസോമിന്റെ ആധിക്യം മൂലം ന്യൂക്ലിയസിൽ 47 ക്രോമസോമുകൾ XXY, അതിനകത്ത് ശരിക്കും XY മതിയായിരുന്നു, XXY വന്നിട്ടുണ്ട്. അപ്പൊ ഇത് XY പുരുഷന്മാരിലാണ് അല്ലെ, ഒരു X എക്സ്ട്രാ വന്നു, അതുകൊണ്ട് ഇത് പുരുഷന്മാരിൽ കാണുന്നതാണ് ക്ലിൻഫിൽറ്റർ സിൻഡ്രം. ടേണർ സിൻഡ്രം എവിടെയാണ് കാണുന്നത്, സ്ത്രീകളിലാണ് കാണുന്നത്, ഓർത്തു വെക്കുക. XX പകരം XO കണ്ടോ, ഈ ഒരു രീതിയിലേക്ക് വരുന്നു. ടേണർ സിൻഡ്രം ഗോണോഡൽ ഡിസ്ജെനിസിസ് എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. സിക്കിൾ സെൽ അനീമിയ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് അല്ലെ. സിക്കിൾ സെൽ അനീമിയ ഇതൊരു എന്താണ്, മനുഷ്യന്റെ ക്രോമസോം നമ്പർ 11ലെ ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്നതാണ്. അൽഷിമേഴ്സ് ആണെങ്കിലോ ക്രോമസോം നമ്പർ 14ലെ തകരാറ് മൂലം. മെലനോമ ആണെങ്കിൽ ക്രോമസോം നമ്പർ 9ലെ തകരാറ് മൂലം. ഓക്കെ, അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓപ്ഷൻ ഒക്കെ ചോദിച്ച് MCQ ടൈപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരും. അപ്പൊ അതുകൊണ്ട് വളരെ റിപ്പീറ്റഡ് ആയിട്ട് തറപ്പിച്ച് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനിയും ഒത്തിരി വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും നിർബന്ധമായിട്ട് നോക്കേണ്ട ഏരിയാസും സ്ട്രെസ് കൊടുക്കേണ്ട ഭാഗങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തും കേട്ടോ. അപ്പൊ ടോസ് അക്കാഡമിയിൽ നമ്മൾ LPSC UPSCയുടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ കേട്ടിട്ട് സെറ്റ് മുതലുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കുള്ള കോച്ചിങ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാം അല്ലെ, LP UP പോലുള്ള ഒരു എക്സാം അല്ല, ഒരു അവസരം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഭാഗ്യം ചെയ്ത ഒരു നല്ലൊരു അവസരം അല്ലെ. ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഉള്ള സമയം ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ all the very best. Thank you.